ഹലോ, ഐ ആം അൽഫിദ. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ്. ശംഖുപുഷ്പം 2 വെറൈറ്റികളുണ്ട്. വെള്ള കളർ ശംഖുപുഷ്പവും നീല കളർ ശംഖുപുഷ്പവും. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ക്ലിറ്റോറിയ ടെർനാട്ടെ എന്നാണ്. സംസ്കൃതത്തിൽ ശംഖുപുഷ്പി എന്നും വിളിക്കും. ശംഖുപുഷ്പം എന്ന പേര് വരാൻ കാരണം ശംഖു പോലെ ഉള്ളത് കാരണമാണ്. ഇതിൻ്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ കടും വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, തീക്ഷ ഗുണമാണ്. അതുപോലെ തിക്ത കഷായ രസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. യൂസ്ഫുൾ പാർട്സ് പറയുകയാണെങ്കിൽ വേര്, പൂവ്, ഇല സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കണം ട്ടോ. ഇത് പ്രധാനമായും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി കൂട്ടാനും വളരെ ഉപകാരപ്രദമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കാരണമാണ് വിഷാംശം പോകാൻ സഹായിക്കുന്നത്. വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ചിട്ട് 1/2 ടീസ്പൂൺ സമം വെണ്ണയെടുത്ത് നന്നായി ചാലിക്കുക. ഇത് രാവിലെ വെറും വയറ്റിൽ പതിവായി കൊടുത്താൽ കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി കൂട്ടാനും വളരെ നല്ലതാണ്. ശംഖുപുഷ്പത്തിൻ്റെ ഇല ഫേഷ്യൽ പാക്ക് ഉണ്ടാക്കാനും ചർമ്മ സൗന്ദര്യത്തിന് പ്രധാനവുമാണ്. നീല ശംഖുപുഷ്പം കൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതുമാണ്. മുടിയുടെ ആരോഗ്യത്തിന് ഷാമ്പു ആയി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഔഷധ ചായ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പറിച്ചെടുത്ത് ഇളം ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. 10-15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നീല നിറമാകും വെള്ളത്തിന്. പക്ഷേ അതിൻ്റെ സത്ത് മുഴുവൻ ലഭിക്കണമെങ്കിൽ ഒരു രാത്രി വെക്കുക. രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. പതിവായി കഴിക്കുകയാണെങ്കിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ആഹാര സാധനങ്ങൾ വഴിയോ വിഷാംശം കയറിയാൽ ഇത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ശംഖുപുഷ്പത്തിൻ്റെ ഔഷധങ്ങളെക്കുറിച്ച്? ഈ ശംഖുപുഷ്പം ഇപ്പോൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.